ഇത് കല്യാണിയുടെ വീടല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, താനെന്താ ഇവിടെ? ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. താൻ ആകെ മാറിയല്ലോ. ഇപ്പൊ വെടിവെക്കാനെങ്കിലും പോകുന്നില്ലേ? ഇപ്പൊ വെടിവെപ്പിന് ഹെൽപ്പ് ചെയ്യലാണ് വർക്ക്. അത് ശരി. കല്യാണിയുടെ മാമ ആയിരിക്കും. നോട്ട് മാമ, വൺ ഓഫ് അവർ ഹസ്ബൻഡ്സ്. ആരോടായിരുന്നു സംസാരിക്കുന്നത്? നീ ആളങ്ങ് പുരോഗമിച്ചല്ലോടി. തനിക്ക് എന്താ വേണ്ടത്? അത് നിനക്ക് അറിഞ്ഞൂടെ? ഓഹോ, അതിന് വന്നതായിരിക്കും. ഇറങ്ങണ പുറത്ത്. അതെന്താടി? ഈ അലവലാദികളുമായിട്ടുള്ള ഇടപാടൊക്കെ ഞാനങ്ങ് നിർത്തി. നീ ഇടയുമ്പിന് സ്ഥിതിയിലൊക്കെയാണെന്ന് അറിഞ്ഞു. എന്നാലും ഞങ്ങളെയൊക്കെ അങ്ങനെ അങ്ങ് തഴയാതൊരു കല്യാണി. നീ അവനെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഗണ്ണെടുത്ത് ഞാൻ അവനെ വെടിവെക്കുമായിരുന്നു. എന്റെ മസിൽസൊക്കെ അവനെ വൈബ്രേറ്റ് ചെയ്യണം. താൻ കുറെ നാളായിട്ട് വെടിവെക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു Daddy, wake up, Daddy. Daddy, let us go home. Daddy? Lovely, don't disturb him. Urangate. Let him sleep for some time. He'll be all right. Daddy, ഒന്ന് എണീക്ക്. Be patient. ഞാൻ പോയി കിടക്കാൻ പോവുകയാണ്. You can leave when he wakes up. Okay, see you tomorrow. Daddy? Daddy? Wake up, Daddy. Lovely, just a minute. എടേ, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. നശിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കൂ. Believe me, auntie. Believe me. Believe me. Phone. Hello? Yes, Lovely de Crusoldi? എല്ലാം നഷ്ടപ്പെട്ടു. ഇതോടെ നമ്മൾ തകരുകയാണ് ലവ്ലി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? നമ്മുടെ കമ്പനി അയച്ച ചരക്കുകളുടെ ക്വാളിറ്റി മോശമാണെന്ന് അവർ കണ്ടുപിടിച്ചു. എന്റെ പേരിൽ കേസ് കൊടുക്കാൻ ആ വിദേശ കമ്പനിയുടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. എന്തിനീ ചതി ചെയ്തു? 25 ലക്ഷം രൂപയുടെ ഇടപാടാണ്. ലക്ഷക്കണക്കിന് ലാഭം കിട്ടേണ്ടതാണ്. ഇപ്പൊ എല്ലാം തകർന്നു. എന്ന് മാത്രമല്ല, ഞാൻ കേസിൽ പ്രതിയുമാകും. എന്തെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിക്കാത്ത എന്ത്? ആ കമ്പനിയുടെ ആൾക്കാർ വിചാരിച്ചാൽ കേസ് ഒതുക്കാം. അവരെങ്ങനെ ചെയ്യുമോ? നീ വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കും. ഞാൻ വിചാരിച്ചാലോ? മനസ്സിലായില്ല. നീ അവരെ ചെന്ന് കാണണം. നമ്മുടെ കാര്യം സാധിക്കാൻ എന്ത് ത്യാഗവും ചെയ്യണം. What do you mean? മറ്റു മാർഗമൊന്നുമില്ല. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ദയവ് ചെയ്ത് എന്നോട് ഇത് പറയരുത്.
എങ്കിൽ വേണ്ട, ഞാൻ ജയിലിൽ പൊയ്ക്കൊള്ളാം. Come in. Who are you? I am Mrs. Lovely DeCruz. ഓ, മിസ്സസ് ഡിക്രൂസ്. Please take your seat. Take your seat. How beautiful you are. Mrs. DeCruz, ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാർ, ഞങ്ങളെ രക്ഷിക്കണം. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഉടനെ വന്നേക്കാം. Thank you. ഓക്കെ. Sir, അല്പം കുടിക്കൂ. നോ താങ്ക് യു. കമ്പനി സേക്കിന് വേണ്ടി ഇപ്പോഴെനിക്ക് വേണ്ട. അല്പം കുടിക്കൂ. കുറച്ചുകൂടി. അപ്പോ എന്തിനാ വന്നത്, എന്താ വേണ്ടത്? ഞങ്ങളെ രക്ഷിക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഭയപ്പെടണ്ട. തരൂ. എന്നെ ആശ്രയിക്കുന്നവരെ, വിശേഷിച്ച് പെണ്ണുങ്ങളെ ഞാൻ കൈവിടിയാറില്ല. അതാണ് എന്റെ സ്വഭാവം. ഇരിക്കൂ. You are saved. ലവ്ലി, ലവ്ലി, താങ്ക് യു ഡിയർ. You need it. ഓ സോറി, ഡാഡി വന്ന വിവരം ഞാൻ അറിഞ്ഞു. നീ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. യുവർ സണ്ണിൽ ഈസ് വെരി ബിസി. മീ ടു. നീ ആകെ മാറിയിരിക്കുന്നു. യു ഹാവ് കംപ്ലീറ്റ്ലി ചേഞ്ച്. ഡാഡി കൊതിച്ചതും ഈ മാറ്റമല്ലേ? നീ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അല്ല, ഇപ്പോഴും ഞാൻ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് വെയിറ്റ്. രാവിലെ തുടങ്ങിയോ? എല്ലാം മറക്കാൻ മദ്യം നല്ല മരുന്നാണെന്ന് തോന്നി തുടങ്ങി. എപ്പോഴും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. എപ്പോഴും വ്യഭിചരിക്കുന്നതോ? ഇന്ന് ചീഫ് എഞ്ചിനീയർ വരുന്നുണ്ട്. ഉറക്കാൻ ഞാൻ പോണമായിരിക്കും. അദ്ദേഹം വിചാരിച്ചാൽ ആ പാലത്തിന്റെ വർക്ക് കിട്ടും. 50 ലക്ഷത്തിന്റെ പണിയാണ്. 10 ലക്ഷം ലാഭം പ്രതീക്ഷിക്കാം. വിശദീകരണം ഒന്നും വേണ്ട. ഏത് ഹോട്ടലിൽ എപ്പോ പോണോന്ന് പറഞ്ഞാ മതി. എല്ലാവരെയും ഇങ്ങോട്ട് വരുത്തുന്നതല്ലേ നല്ലത്. സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ.
ലൗലിക്ക് ഉറക്കം വരുന്നില്ലേ? ഉറങ്ങാത്തതെന്താ? ഉറങ്ങാത്ത രാത്രികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി. നീ കരഞ്ഞോ? എന്തിനാ കരഞ്ഞത്? ചിരിക്കാൻ മറന്നതുകൊണ്ട്. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ വരവിന്റെ അക്കങ്ങൾ കൂട്ടാൻ വേണ്ടി ഇത് പറയുന്നതല്ലേ ശരി? എന്റെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ ചിലവിന്റെ കോളങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കാണുന്നില്ല. ലൗലി, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. എന്റെ ഭാര്യയാണ് നീ. നീ എന്ത് ധരിച്ചാലും എന്റെ ഹൃദയം നിറയെ നീയാണ്. നിങ്ങൾക്ക് ഹൃദയം എന്നുണ്ടോ? ഹൃദയത്തിന്റെ സ്ഥാനത്തും നിങ്ങൾക്ക് തലച്ചോറാണ്. ബിസിനസ്സുകാരനാണ് നിങ്ങൾ. ഞാനൊരാളെ സ്നേഹിച്ചു. അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങൾ അതിനനുവദിച്ചില്ല. നിങ്ങൾ എന്നെ വിലയ്ക്ക് വാങ്ങി. ലൗലി, എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. കറപുരുളാതെ തന്നെ ഞാൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കാവശ്യം ഒരു ഭാര്യയല്ല. ആദർശവാദികൾക്ക് ജീവിക്കാൻ പറ്റിയ ലോകമല്ല ഇത്. വരൂ, നമുക്ക് കിടക്കാം. വരൂ. നിങ്ങൾ എന്നെ തുടരുത്. ഒരു ഭർത്താവിന് തൊടാനുള്ള വിശുദ്ധി ഇന്ന് എനിക്കില്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ പറയുന്നത്. നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ മിന്നിന്റെ വിശുദ്ധി ഓർത്താണ്. ഓഫീസിൽ നിന്ന് സൂപ്രണ്ട് വിളിക്കുന്നു. സ്പീക്കിംഗ്. എന്ത്? അദ്ദേഹം ഇന്ന് വരുമെന്നു? ചതിച്ചു. കണക്കുകൾ ഒന്നും ശരിയല്ലേ? രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? ആരാ വരുന്നത്? കമ്പനിയുടെ പാർട്ട്ണർ. അതിന് വിഷമിക്കുന്ന എന്തിനാ? കണക്കുകൾ ഒന്നും ശരിയല്ല. അയാളുടെ ഓഹരിയും പരീക്ഷയും വേണമെന്ന് പറഞ്ഞാണ് അയാൾ വരുന്നത്. ഇപ്പോൾ അത് പിൻവലിച്ചാൽ കമ്പനി തകരും. വന്നാൽ അയാൾ എവിടാ താമസിക്കുന്നത്? പാരഡൈസ്. സർ, എന്റെ ഭർത്താവിനെ ദയവ് ചെയ്ത് വിവരം ഒന്ന് അറിയിക്കണം. ഭർത്താവോ? ആരാടി അവൻ? ഡിക്രൂസ് ആൻഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഡിക്രൂസ്. Is it true? യെസ് സർ. ഫോൺ നമ്പർ 32. No, I know that. ഓ, ആരുമല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ആരാടി നിന്റെ ഭർത്താവ്? ഇവരെ ലോക്കപ്പ് ചെയ്യൂ. നടക്കൂ. താങ്ക് യു ഇൻസ്പെക്ടർ. താങ്ക് യു ബെന്നി. ലൗലി ഇനി എങ്ങോട്ട് പോകുന്നു? പേശി എന്ന അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. ഇനി കുറെ കൂടി നല്ല രീതിയിൽ എനിക്ക് എന്റെ ഭർത്താവിനെ സഹായിക്കാൻ കഴിയും. നീ മാനസികമായി തകർന്ന മട്ടുണ്ട്. എന്റെ കൂടെ വരൂ. വീട്ടിൽ വന്ന് അല്പം വിശ്രമിച്ചിട്ട് പോവാം. വേണ്ട ബെന്നി, ഇന്ന് ബെന്നിയുടെ വിവാഹമല്ലേ? അതെ. ലൗലി വരുമോ? ഇല്ല ബെന്നി, എനിക്ക് നിഷേധിക്കപ്പെട്ട ഭാഗ്യം ലഭിച്ച ആ പെൺകുട്ടിയോട് ഭാഗ്യമില്ലാത്ത ഇവളുടെ ആശംസകൾ അറിയിക്കും. ബെന്നി, wish you a very happy married life.
ക്ഷമിക്കണം. ഇൻസ്പെക്ടർ ഫോൺ ചെയ്തപ്പോ ലൗലി എന്റെ ആരുമല്ലെന്ന് പറഞ്ഞു. ലൗലി, നീ എന്നെ രക്ഷിച്ചു. അല്ല, ഞാൻ മരിച്ചാലും എന്റെ കളങ്കം നിങ്ങളെ പിന്തുടരും. നിങ്ങളെ രക്ഷിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങളുടെ മരണം. ലൗലി, ഞാനതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, നിങ്ങൾ മരിക്കണം, മരിച്ചേ പറ്റൂ. ഹലോ, പോലീസ് സ്റ്റേഷൻ? യെസ്. ഇത് ഞാൻ ഉടുക്കുന്നത് എന്റെ മനസ്സിന് ഭാരമില്ലാത്ത ഒരു ദിവസം വരുമെങ്കിൽ അന്ന് മാത്രമേ ഉള്ളൂ.